ഹലോ എവ്രി വൺ. ഞാൻ ഇന്നൊരു ടോപ്പിക്കിനെ പറ്റി നമുക്ക് സംസാരിക്കാമെന്ന് ഓർത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ ടോപ്പിക്ക് നമ്മുടെ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ ഡിഫറൻസിയേഷൻ എന്നുള്ള ഫ്രഷ് ടോപ്പിക്ക്. എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞ ആ ടോപ്പിക്കാണ് എൻ്റെ ടോപ്പിക്കിൽ. ഇത് ഞാൻ എടുക്കാൻ കാരണം എന്താണെന്നറിയോ? ഞാനിങ്ങനെ ഒന്നാമത് ഞാനൊരു ടീച്ചറാണ്. കുറച്ച് നാളായിട്ട് പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുമാത്രമല്ല, ടീനേജർ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. ഈ +1 +2 ഡിഗ്രി ക്ലാസ്സസിലൊക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുഞ്ഞു പിള്ളേരെ ഉണ്ട്. അപ്പോൾ അതൊന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചായിരുന്നു. ഭയങ്കര രസികനായിട്ടുള്ള, നിങ്ങൾക്കൊക്കെ കമൻറ്റ് സെക്ഷനിലൂടെയൊക്കെ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്. പുള്ളിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. പുള്ളി ഒരു ദിവസം ഇങ്ങനെ വണ്ടിയിൽ ഫാമിലി ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അപ്പം തൊട്ടടുത്തൂടെ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് ക്രോപ്പ് ടോപ്പ് ഇട്ട അഹങ്കാരിയായ ഒരു പെൺകുട്ടി വായിലെന്തോ ഗമ്മൊക്കെ ഇങ്ങനെ ചവച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും അഹങ്കാരിയായ അവൾ. പക്ഷെ ഒരു ആംബുലൻസ് വന്നപ്പോൾ അതിങ്ങനെ കടന്നു പോകാനായിട്ട് സ്ഥലം കൊടുത്തിട്ട് അത് പോയപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമല്ലോ, ആംബുലൻസ് ഒക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ആ രീതിയിൽ പ്രാർത്ഥിക്കുന്നു എന്ന്. അപ്പോൾ പുള്ളി പറയാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം, അതായത് പുള്ളി എല്ലാം സർക്കാസ്റ്റിക്കായിട്ടാണ് പറയാറുള്ളത്. ഉദ്ദേശിച്ചത് നമ്മളെല്ലാവരും ന്യൂ ജനറേഷൻ അഹങ്കാരി എന്ന് നമ്മളെല്ലാവരും അല്ല, കുറേ പേർ പറയുന്ന ആളുകളെ പറ്റി ഒന്ന് സംസാരിച്ചേക്കാം, കമൻറ്റ് സെക്ഷനിലൂടെ സംസാരിച്ചേക്കാം എന്ന് കരുതി ഇട്ട ഒരു പോസ്റ്റാണ്. അത് എനിക്ക് തന്നെ തോന്നി. അത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളുടെ ചുറ്റിനുമുള്ള ആളുകളെ പറ്റി അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന ജനറേഷനെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ ഡിഫറൻസിയേഷൻ നടത്താറില്ല. ഞാനൊരു 90s കിഡാണ്. ഇപ്പോഴും ഒരു 2000-ന് ശേഷമുള്ളവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയ തന്ത വൈബൊക്കെ വന്ന് തുടങ്ങിയ ജനറേഷനിൽ ഉൾപ്പെട്ട, സോക്കോൾഡ് ജനറേഷനിൽ ഉൾപ്പെട്ട ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തന്നെയാണ് ഈ പറയുന്ന 90s 80s 70s അതിന് താഴോട്ടുള്ളവരൊക്കെ തന്നെയാണ് ഈ പറയുന്ന 2000-ലെ കുട്ടികളെ ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അല്ലാതെ അവരാരും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങൾ ന്യൂ ജനറേഷനാണ്, ഞങ്ങൾ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്, ഞങ്ങളാണ് ഇവിടുത്തെ മെയിൻ ആളുകൾ എന്ന് അവരാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ നമ്മൾ പറയുന്നുണ്ട്, ഈ ഓൾഡ് ജനറേഷന് സ്വന്തമായിട്ട് വിളിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾ കുറച്ച് ഓൾഡ് ജനറേഷനാണ്, ഞങ്ങളുടെ കൾച്ചർ, ഞങ്ങളുടെ പാരമ്പര്യം മുറുക്കെ പിടിക്കുന്നവരാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംസ്കാരം എന്നൊക്കെ ചിന്തിക്കുന്നവരായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടായിരിക്കും, പക്ഷേ അതൊരു സത്യമായിട്ട് കുറച്ച് നാളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ഒന്നാമത്തെ കാര്യം, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളുടെ അടുത്ത ജനറേഷനിലുള്ള കുട്ടികൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളങ്ങനെ ആയിരുന്നു എന്നും നമ്മൾ പറയുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ഒരു സമയത്ത്, ഞങ്ങൾ ടീനേജേഴ്സ് ആയിരുന്ന സമയത്ത് ഞങ്ങളെക്കാൾ എൽഡേഴ്സായിട്ടുള്ളവരെ എല്ലാം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു നിന്നിരുന്നതെന്ന്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് കണിശക്കാരനായ ഒരു അമ്മാവൻ ഉണ്ട്. ആ സമയത്ത് നമ്മൾ രാവിലെ എണീറ്റ് വന്നിട്ട് ആ അമ്മാവനെ, അല്ലെങ്കിൽ ആ അമ്മാവൻ ദൂരെ നിന്ന് വരുന്ന കാണുമ്പോൾ അകത്ത് കയറി ഒളിച്ചിരിക്കുമായിരുന്നോ, അതോ ഹായ് എൻ്റെ മാമൻ വരുന്നേ എന്ന് പറഞ്ഞ് കിടന്ന് പൊങ്ങിച്ചാടുമായിരുന്നോ? നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് എന്താ, എൻ്റെ അച്ചോ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അകത്തെങ്ങാനും കയറി ഒളിച്ചിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്തുവാ, നമ്മൾ എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞേക്കുന്നോ, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാരെ പേടിച്ച് ബുദ്ധിമുട്ടി അവരുടെ മുമ്പിൽ ചെന്ന് സംസാരിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മൾ നമ്മുടെ അമ്മാവന്മാരോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് ചെയ്തിരുന്നത്. അതേസമയം ഇപ്പോഴത്തെ പിള്ളേർ, കൊച്ചു പിള്ളേർ, ഈ പത്തിമാമൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ വരാൻ കാരണം എന്താ? ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചും കൂടി, അതായത് നമ്മുടെ ജനറേഷനിലുള്ള ആളുകളൊക്കെ മാമന്മാരൊക്കെ ആയി തുടങ്ങി. അപ്പോൾ അവർ 90s-ലും 80s-ലുള്ളവരൊക്കെ മാമന്മാരായി തുടങ്ങിയപ്പോൾ അവരനുഭവിച്ച ട്രോമയും കാര്യങ്ങളും ഒക്കെ വേണ്ടാന്ന് വെച്ച് പിള്ളേരോട് കുറച്ചും കൂടി ഓപ്പണായിട്ട് സംസാരിക്കുന്നു. അങ്ങനല്ല വേണ്ടുന്നതെന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. മുഴുവനായി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താ, നമ്മൾ കുറച്ചും കൂടി പഴയ ആൾ, നമുക്കാണ് കുറച്ചും കൂടി വാല്യൂസ് ഉള്ളത്, ലൈഫിനെ പറ്റി കുറച്ചും കൂടി അറിയാവുന്നതെന്നൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ 10th-ലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ 7th 8th-ലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എത്ര പേർക്കുണ്ടായിരുന്നു കറക്റ്റായിട്ടൊരു പാഷൻ? എനിക്കുണ്ടായിരുന്ന ഒരു പാഷൻ, എനിക്ക് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എൻജിനീയർ ആവണം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞൊരു 4 ഓപ്ഷൻ. അല്ലാതെ എനിക്ക് പാഷനായിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ അമ്മ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ പറയുന്ന ചില എക്സാമ്പിൾസ് ഉണ്ട്, ചില ലേഡീസിൻ്റെ എക്സാമ്പിൾസ് ഉണ്ട്, അവരിങ്ങനെയായി അങ്ങനെയായി, അപ്പോൾ അതാവണം എന്നല്ലാതെ എനിക്കൊരു കറക്റ്റായിട്ട് എനിക്ക് ഇതാവാൻ പറ്റും, എനിക്ക് ഇതിനുള്ള കാലിബർ ഉണ്ട്, ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഇത്രയും സാലറി കിട്ടി, എൻ്റെ ലൈഫ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും, എനിക്ക് ഇവിടെ നിൽക്കാനല്ല ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് പുറത്ത് നിൽക്കാനാണ് ഇഷ്ടം, ഇങ്ങനെയുള്ള ഒരു അഭിപ്രായം ഇല്ല. ഒരാളെ കണ്ടിട്ട് ഒന്നെങ്കിൽ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ
ഓക്കെ എനിക്ക് കിട്ടുന്ന മാർക്കിനനുസരിച്ച് ഒരു കോഴ്സിന് പോകാമെന്ന് ചിന്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളുള്ളതായിരുന്നു. ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ജനറേഷനിലെ കൂടുതൽ പേരും, കുറേ പേരുണ്ട് സെൽഫായിട്ട് ഒരു സെൽഫ് എസ്റ്റീം ഉള്ളവരും ഒക്കെ കുറേ പേരുണ്ട്, പക്ഷേ കൂടുതൽ പേര് ഇങ്ങനെ. പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് ഡെയിലി ഇടപെടുന്നത് കൊണ്ടും ഞാൻ റെഫറൻസിന് യൂസ് ചെയ്തിട്ടുള്ള കൂടുതൽ ഇപ്പോഴത്തെ +1 +2 പിള്ളേരാണ്. അവരോട് എനിക്ക് കൂടുതൽ സംസാരിച്ചപ്പോൾ തോന്നിയിട്ടുള്ള കാര്യം, അവർക്ക് ഭയങ്കരമായ സെൽഫ് എസ്റ്റീം ഉണ്ട്. അവർക്കറിയാം അവർക്ക് എന്താവണമെന്നറിയാം. അതിനേക്കാൾ മുന്നേ അവർക്കറിയാം അവരുടെ എബിലിറ്റിയും അവരുടെ ഡ്രോബാക്കും അറിയാം. എനിക്ക് ഇന്ന കാര്യം ആവണമെന്നുണ്ട്, അതാകുമ്പോൾ എന്നെ കൊണ്ട് പറ്റും, അതാകുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ അവർ റെഫറൻസ് എടുക്കാറുണ്ട്. അവരുടെ ഒരു മൂത്താൾ ഇങ്ങനെ പോയി ജോബ് വാങ്ങിച്ചു, അതും അവരെടുക്കാറുണ്ട്. പക്ഷെ അവർക്ക് തന്നെ അറിയാം അവരുടെ എബിലിറ്റി ഇനബിലിറ്റി ഒക്കെ അവർക്കറിയാം. അവർ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തില്ല. അവരുടെ മാർക്കിനനുസരിച്ച കോഴ്സസ് എടുക്കാനായിട്ട് കുറേ പേരൊക്കെ നിർബന്ധിതരാവുന്നെങ്കിലും അവരതിലെ സ്കോപ്സ് കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കൊമേഴ്സാണ് എടുത്തത്, അപ്പോൾ എനിക്കിനി നമ്മളെയൊക്കെ ഓപ്ഷൻ എന്താ, BCom-നും CA-ക്കും പോവാം, ഈ ഒരു ഓപ്ഷനാണ്. പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നുണ്ട് എനിക്ക് ബിസിനസ് ചെയ്യാനാണ് ഇഷ്ടം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രേഡിങ് ചെയ്യാനാണ് ഇഷ്ടം. ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നുണ്ട് ഓഫ് കോഴ്സ്, പക്ഷേ നമ്മുടെ ജനറേഷനിലുണ്ടായിരുന്ന ബിസിനസ് ഓപ്ഷൻസ് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ബിസിനസ്മാൻ ആവാനാണ് ഇഷ്ടമെന്ന്? നമ്മൾ ആരും, വളരെ കുറച്ച് പേരെ പറഞ്ഞിട്ടുള്ളൂ, വളരെ കുറച്ച്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല, ബിസിനസ്സിന് സ്കോപ്പ് ഉണ്ട്, ബിസിനസ്സുകാരനാവാം എന്നൊരു അതിൽ എൻ്റെ പ്രസ്റ്റീജ് ഷൂ ആണത് എന്നൊന്നും ചിന്തിക്കുന്നില്ല. അവർക്കൊരു സോഷ്യൽ സ്റ്റേറ്റസിനെ പറ്റിയിട്ട് എനിക്കൊരു ഗവൺമെൻറ് ജോബുള്ള ആളാണെങ്കിൽ CA-കാരനാവണം, അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടറാവണം, അങ്ങനെയുള്ളതിനേക്കാളും അവരുദ്ദേശിക്കുന്നത് എൻ്റെ എബിലിറ്റി ഉള്ള സ്പേസിൽ എനിക്ക് ഇന്നതാവാൻ പറ്റുമെന്ന്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ജനറേഷനിലെ പിള്ളേർ കൂടുതലും പേരൻസിനെ പ്ലീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പറയുന്ന അമ്മാവന്മാരും അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ വരുമ്പോഴും നമ്മളെ മിക്കപ്പോഴും ശ്രമിച്ചിട്ടുള്ള എന്താ, നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാളും കുറേ കാര്യങ്ങൾ ഇൻസിസ്റ്റ് ചെയ്ത് തരും. നമ്മളെ ഇമോഷണലി വീക്കാക്കിക്കൊണ്ട്, പേടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സഹതാപം, ഞാൻ നിന്നെ 10 മാസം പെറ്റ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അച്ഛൻ്റെ വിയർപ്പാണ് നിൻ്റെ ആഹാരം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അമ്മാവനാണ് നിന്നെ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സ്നേഹിച്ച ആളെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു ചെറുതായിട്ട് ഇമോഷണലി വീക്കാക്കി നമ്മളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ട്. പിന്നെ പേടിപ്പിച്ച് ചെയ്യിപ്പിച്ചവരുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരോട് ഇതൊന്നും വലുതായിട്ട് നടക്കുന്നില്ല. നടക്കാൻ ശ്രമിക്കുന്നിടത്തൊക്കെ നല്ല ഒന്നാന്തരം ഫെയിലിയർ ആവുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവർക്കറിയാം ശരിക്കും ആരെ റെസ്പെക്റ്റ് ചെയ്യണം, ആരെ റെസ്പെക്റ്റ് ഉണ്ട്. അവർ റെസ്പെക്റ്റ് ചെയ്യുന്നത് പേടിപ്പിക്കുന്നവരെ അല്ല. ഈവൻ നമ്മൾ പോലും, നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളെ ഒരാൾ പേടിപ്പിച്ചിന്നത് ചെയ്യാൻ ശ്രമിപ്പിക്കുമ്പോൾ നിങ്ങൾ അവരെ സ്നേഹിക്കുവാണോ പേടിക്കുവാണോ ചെയ്യുന്നത്? ശരിക്കും നിങ്ങൾ അവരെ പേടിക്കുകയോ ചെയ്യുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ നടക്കുന്നത്. നമ്മൾ അവരെ പേടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെക്കാളും സെൽഫ് എസ്റ്റീം ഉള്ള പിള്ളേർ പേടിക്കത്തില്ല, അവർ റെസ്പെക്റ്റും തരത്തില്ല. അവർക്ക് ബേസിക്കലി നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളോട് റെസ്പെക്റ്റ്. അത് നമുക്കായാലും അങ്ങനെയല്ലേ, നമ്മളുടെ കുഞ്ഞുങ്ങളോട് ആസ് ഒരു പേഴ്സണാണ്, അയാളൊരു പേഴ്സണ്, 1 വയസ്സുള്ള എൻ്റെ കുഞ്ഞ് ഒരു പേഴ്സണാണ്, അവന് പാല് കുടിക്കുക എന്നുള്ളത് അവൻ്റെ ആവശ്യമാണ്, അവന് കളിപ്പാട്ടം പൊട്ടിക്കുക എന്നുള്ളത് അവൻ്റെ ആവശ്യമാണ്, ഇത് അവൻ്റെ ഇഷ്ടമാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന എന്തുവാ, നമ്മളിഷ്ടമുള്ള കളിപ്പാട്ടമൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ടതാ കേട്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ്, പണ്ട് ഞാൻ എൻ്റെ കൊച്ചിലെ ഒരു കളിപ്പാട്ടവും പൊട്ടിക്കത്തില്ലായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ മൈൻഡിനെ ഇങ്ങനെ കണ്ടീഷൻ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ അവരെന്താ തിരിച്ചു നോക്കുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നതൊന്നും അല്ലല്ലോ ഇവർ പറയുന്നതെന്ന് കരുതിയിട്ട് അവർക്ക് നമ്മളെ മനസ്സിലാവുന്നില്ല, നമ്മളെന്തോ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല, നമ്മളെ പേടിച്ച് അവർ ചെയ്യും. ആ സ്ഥാനത്ത് അവർക്ക് നമ്മളോട് സ്നേഹം വരത്തില്ല, പേടി മാത്രമേ വരുള്ളൂ. ആ പേടിയിൽ നിന്നുണ്ടാകുന്ന സാധനം ഉറപ്പായിട്ടും വലിയ പേടിയാണ്, അത് റെസ്പെക്റ്റ് അല്ല. പേടിയിൽ നിന്നൊരു വലിയ പേടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് നമ്മളെ പേടിക്കേണ്ടാത്ത സിറ്റുവേഷൻ വരുമ്പോൾ അവർ ഓഫ് കോഴ്സ് നമ്മളെ തള്ളിക്കളയുകയും ചെയ്യും. എന്നുവെച്ചാൽ നമ്മളെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നൊന്നുമല്ല, നമ്മൾ അത്രയും നാൾ റെസ്പെക്റ്റ് എന്ന് തെറ്റിദ്ധരിച്ച് വെച്ചിരുന്നൊരു പേടിയില്ലേ, അതില്ലാതാവും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, വയസ്സാകാലം ആയപ്പോൾ അവന് നമ്മളെ പേടി, അവൻ്റെതായ രീതി അല്ലെങ്കിൽ അവളുടേതായ രീതി ആയപ്പോൾ അവൾക്ക് നമ്മളെ പേടിയില്ല. അതല്ല കാര്യം. അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഇല്ല, അതല്ല കാര്യം. അവർക്ക് നമ്മളെ ബേസിക്കലി പേടിയായിരുന്നു. കുറച്ച് കാലമായി അവർ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് തുടങ്ങി, അവരുടെ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള സമയമായപ്പോൾ അവർക്ക് പേടിയില്ല. അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന അവർക്ക് റെസ്പെക്റ്റ് ഇല്ലയെന്ന്. ബേസിക്കലി അവരുടെ മനസ്സിലൊരു സ്നേഹം ഉണ്ടാക്കിയെടുക്കുക. ആ സ്നേഹത്തിൽ നിന്നും ചിലപ്പോൾ നമുക്ക് കുറച്ച് റെസ്പെക്റ്റ് കിട്ടും, ഇല്ലെങ്കിൽ ആ സ്നേഹം ഇസ് ഇനഫ്. കുറേ റെസ്പെക്റ്റ് സീക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇതുവരെ ആരും റെസ്പെക്റ്റ് കൊണ്ടൊന്നും നേടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന APJ അബ്ദുൽ കലാമിനോടൊക്കെ നമുക്ക് റെസ്പെക്റ്റാണ്, ശരിക്കും റെസ്പെക്റ്റാണ്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം നമ്മളെ ആരെയും പേടിപ്പിക്കാൻ വന്നിട്ടില്ല.
ഈ അദ്ദേഹം ആയാലും ഒരു വേണ്ടാത്ത ഒരു ബാഡായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുള്ളിയോട് റെസ്പെക്റ്റ് തോന്നത്തില്ല. അതാണ് അതിൻ്റെ റീസൺ. അതായത് ഒരു പേഴ്സൺ നമ്മളെ പേടിപ്പിക്കാൻ നിന്നാൽ പേടിക്കാൻ മാത്രമേ ഉള്ളൂ. അതേസമയം അയാൾ സ്നേഹിക്കാൻ നിന്നാൽ അയാളുടെ സ്നേഹവും പിന്നെ അയാളൊരു പേഴ്സണാണ്, അയാൾക്ക് അയാളുടേതായ പറയാനുള്ള കാര്യങ്ങളുണ്ട്, ഓക്കെ അയാളുടെ സ്പേസ് ഉണ്ട്, ഓക്കെ അയാൾ അങ്ങനെയാണ്, നമ്മളോട് സ്നേഹമുള്ള ആളാണെന്നുള്ള ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ വരും. എനിക്ക് തോന്നിയ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ ഡിഫറൻസിയേഷൻ്റെ ഒരു കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ എനിക്ക് പേഴ്സണലി അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യം, നമ്മൾ റോഡിൽ കൂടി ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഡ്യൂക്കിനകത്തൊരു പയ്യൻ ഇങ്ങനെ പാഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എന്താ, ഫ്രീക്കം പോകുന്നു, പിന്നെ കണ്ണാപ്പി പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. കണ്ണാപ്പിയൊക്കെ പുതിയ പിള്ളേരും കൊച്ചു പിള്ളേരും ഒക്കെ യൂസ് ചെയ്യുന്ന വേർഡ്സാണ്. പക്ഷെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ. ഫ്രീക്കം പോകുന്നെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഇറിറ്റേറ്റഡ് ആവും. കാരണം അവർ ജനിച്ച ജനറേഷനിൽ, അവർ ജനിച്ച കാലഘട്ടത്തിൽ ബൈക്കെന്ന് പറയുന്നത് ഭയങ്കര സുലഭമായിട്ടുള്ള ഒരു സാധനമാണ്, 2 വീലേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഫാഷൻ എന്ന് പറയുന്നത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെറൈറ്റി ഓഫ് ഫാഷൻസും അവരുടെ മുന്നിലുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉള്ളവർ അവരത് യൂട്ടിലൈസ് ചെയ്യുന്നു. ചിലർക്ക് അതിൽ അബദ്ധം പറ്റുന്നു, ചിലർക്ക് അതിൽ രക്ഷപ്പെടുന്നു, ചിലരത് എൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നു. ഇതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ സൈക്കിൾ കൊണ്ട് പല പ്രകടനങ്ങളും കാഴ്ചവെച്ചിട്ടില്ലേ? നമ്മൾ ഈവൻ ഇപ്പോഴും നമ്മൾ 2 വീലർ കൊണ്ട് ഒരു സാഹചര്യം കിട്ടിയാൽ ചെറിയ പ്രകടനമൊക്കെ കാഴ്ചവെക്കാറില്ലേ? ഉണ്ട്. അതൊരു JCB ഡ്രൈവർ ആവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കണം, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഹീറോയാവും എന്നൊക്കെയുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ട്. ഈ പറയുന്ന പണ്ടത്തെ ഈ ബാഗി പാൻസും ഓവർ സൈസ്ഡ് ടീഷർട്ടും ഒക്കെ പണ്ടത്തെ ഫാഷനായിരുന്നു. അതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുക. അന്ന് നമ്മളുടെ അച്ഛനും അമ്മയും ഒക്കെ ചെറുപ്പകാലത്ത് അവരുടെയൊക്കെ ഫോട്ടോസ് എടുത്ത് നോക്കി അറിയാം, മുടിയൊക്കെ ഇവിടെ വരെ വളർത്തി ബാഗിയും ഒക്കെ ഇട്ട് അങ്ങനെ നിൽക്കുന്ന അച്ഛനും അമ്മയും. അന്ന് അവരത് ചെയ്തപ്പോൾ ഫാഷൻ, ഇപ്പോൾ പിള്ളേരത് ചെയ്യുമ്പോൾ ഫ്രീക്കൻ എന്നുള്ള ഒരു വ്യത്യാസത്തിലോട്ട് നമ്മൾ തന്നെ കൊണ്ടുവരുവാണ്. അവരുടെ ചുറ്റുപാടിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഫാഷനും അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സസും അവർ യൂസ് ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. നമ്മൾ തന്നെ വെറുതെ പറഞ്ഞ് അവരുടെ പുറകെ നടന്ന് അവരെ ഫ്രീക്കൻ ഇറിറ്റേറ്റ് ചെയ്ത് അവസാനം അവർ തിരിച്ചു പറയും നമ്മളെ തന്തവൈബ് എന്ന് പറയുമ്പോൾ അത് കേട്ട് നമ്മൾ ഇറിറ്റേറ്റഡ് ആവുക. ഞാനാണോ തന്തവൈബ് എന്ന് ചോദിക്കുക. പിന്നെ ഈ പറയുന്ന വേർഡ്സ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ അടുത്തൊരു കുട്ടിയുടെ അമ്മ ഭയങ്കരമായിട്ട് പരാതി പറഞ്ഞു, അവൻ പട്ടിഷോ എന്നുള്ള വാക്ക് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നു. പട്ടിഷോ വീട്ടിൽ വന്നിട്ട് എന്തോ അമ്മ പറഞ്ഞപ്പോൾ അമ്മ ഇവിടെ ഭയങ്കര പട്ടിഷോ കാണിക്കുന്നെന്ന് പറഞ്ഞു എന്ന് പറയുന്നത്. എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്? അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. ഇതിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നമ്മളുടെ ചെറുപ്പകാലത്ത് ഈ പറയുന്ന നമ്മൾ ആരൊക്കെയോ ഉണ്ടാക്കിയ വേർഡ്സ് അല്ലേ ഇന്നത്തെ മുഴുത്തെറികൾ, വലിയ തെറികളായിട്ട് നമ്മൾ കരുതി വെച്ചേക്കുന്ന അർത്ഥമില്ലാത്ത കുറച്ച് വേർഡ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മളോ നമ്മളുടെ അച്ഛനും അമ്മയോ അവരുടെ അച്ഛനും അമ്മയോ ആരൊക്കെയോ ചുമ്മാ പടച്ചു വിട്ട കുറേ വാക്കുകളാണ്. ഇതിനേക്കാളൊക്കെ വലുതാണ് ഈ പട്ടിഷോയ്, തന്തവൈബ്. ഇതൊക്കെ ഇത്ര വലിയൊരു സംഭവമായിട്ട് എടുക്കാൻ ഊളത്തരം. ഇതൊന്നും വലിയൊരു സംഭവമല്ല. ജനറേഷൻ കഴിയുന്നവരും തെറികളുടെ എഫക്റ്റ് കുറഞ്ഞു വരുന്നതാണ് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ളത്. കാരണം അമ്മാതിരി മുട്ടം കണ്ട തെറികളൊക്കെയാണ് അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും എനിക്ക് ഈ പറയുന്ന ഡിഫറൻസ് വലുതായിട്ടൊന്നും ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇവരാണ് കൂടുതൽ തെറി വിളിക്കുന്നവർ, കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നവർ എന്നുള്ള അഭിപ്രായം അങ്ങനെയൊന്നും ഇല്ല. പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ ചോയ്സസ്, അതായത് നേരത്തെ ഏർലി മാരേജ്, നേരത്തെ കുട്ടി സെക്ഷൽ ഡിസയേഴ്സ് വരിക എന്നൊക്കെയുള്ള ടോപ്പിക്കിനെ പറ്റി സംസാരം നടക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്ന കാര്യം, നമ്മളൊക്കെ ഇപ്പം 90s കിഡായ ഞാനും എൻ്റെ കൂടെയുള്ള എൻ്റെ ജനറേഷനിലുള്ള, അതായത് എൻ്റെ 90s എൻ്റെ കൂടെ ജനിച്ച ആളുകളുമൊക്കെ ഈ പോൺ വീഡിയോസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി അറിഞ്ഞു തുടങ്ങിയത്, അങ്ങനെയൊക്കെ ഉണ്ടെന്നൊരു സംഭവം കേട്ട് തുടങ്ങിയതുമൊക്കെ എൻ്റെ കോൺസെപ്റ്റിൽ അതൊരു +1 +2 ആ സമയത്താണ് ഈ ഡബിൾ മീനിങ് കോമഡികളും അങ്ങനെയൊക്കെയുള്ള കാര്യം ഫോൺ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒളിച്ചിരുന്ന് കാണുന്ന അങ്ങനെയുള്ള പരിപാടികൾ ക്ലാസ്സിൽ നടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷേ പിന്നീട് ഞാനിങ്ങനെ കുറേ പേരോട് സംസാരിച്ച് പറഞ്ഞു, 7th സ്റ്റാൻഡേർഡ് മുതൽ ഓരോ കുട്ടികളുടെ വീട്ടിൽ പോയിരുന്നൊക്കെ ഇതിൻ്റെ റെഫറൻസസ് കണ്ടും കേട്ടോ അറിഞ്ഞിട്ടിരിക്കുന്നവരാണ് ഈ പറയുന്ന കുട്ടികളെന്ന് പറയുന്നത്. അപ്പം ഓരോ കാലഘട്ടം വ്യത്യാസമുണ്ട്, കാലഘട്ടമല്ല പേഴ്സൺ ടു പേഴ്സൺ വ്യത്യാസമുണ്ട്. ചിലർക്ക് താമസിച്ചറിഞ്ഞു, ചിലർക്ക് നേരത്തെ അറിഞ്ഞു. അങ്ങനെ
ഇപ്പോഴത്തെ കുട്ടികൾ അത് 5ാം ക്ലാസ് മുതൽ അറിഞ്ഞു തുടങ്ങുന്നു, അന്നത്തെവർ 7ൽ അറിഞ്ഞത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിനുള്ള റീസൺ എന്താ? നമ്മുടെ സമയത്ത് മറ്റേ നോക്കിയയുടെ ബേസ് സെറ്റ്, കട്ടയുടെ കൂട്ടുള്ള വെയിറ്റുള്ള ആ സെറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലെന്നുണ്ടെങ്കിൽ നോർമൽ കീപാഡിങ് ക്യാമറയുള്ള സെറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വീഡിയോസിൻ്റെ അവൈലബിലിറ്റി കുറവായിരുന്നു. മെമ്മറി കാർഡ് യൂസ് ചെയ്യാനും അതുപോലെ CD പോയി വാങ്ങിക്കാനും തിരിച്ചു കൊണ്ടുവരാനും ബുക്സ് വാങ്ങിക്കാനും ഒക്കെയുള്ള ഓട്ടത്തിലായിരുന്നു അന്നൊക്കെ ഉള്ളവർ. അതുകൊണ്ട് തന്നെ മാത്രമല്ല, പിടിച്ചാലും ഫാമിലിക്കുള്ളിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അച്ഛനും അമ്മയൊക്കെ പൊക്കിയാലും ഫാമിലിക്കുള്ളിൽ നിന്നിട്ട് അത് എങ്ങനെയെങ്കിലും സോൾവ് ആക്കി വിടും. വേറെ ആരും, സ്വന്തം സഹോദരങ്ങൾ പോലും അറിയാതെ അവരത് സോൾവ് ആക്കി വിടും. ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, പിള്ളേർ കോവിഡിന് ശേഷമുള്ള പിള്ളേരെന്ന് പറയുന്നത് പ്രോയാണ് മൊത്തത്തിൽ. അതായത് നോളജിൻ്റെ കാര്യത്തിലും അവയർനെസ്സിൻ്റെ കാര്യത്തിലും സെൽഫ് എസ്റ്റീമിൻ്റെ കാര്യത്തിലും ഒക്കെ വേറെ ലെവൽ പിള്ളേരാണ്. അപ്പോൾ അവർ ഈ കോവിഡ് ടൈമിൽ പ്രൈമറി ക്ലാസ്സസിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന പിള്ളേർ പെട്ടെന്ന് ഫോണുമായിട്ട് അങ്ങ് അറ്റാച്ച്ഡ് ആവുകയാണ്. ഇപ്പോഴത്തെ പിള്ളേർ പിന്നെ ജനിക്കുമ്പോഴേ ഫോൺ, നമ്മൾ തന്നെ അല്ലേ ഫുഡ് കഴിക്കാനും അതിനും ഇതിനൊക്കെ ഫോൺ കൊടുക്കാതിരിക്കാവുന്നൊരു ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും എനിക്ക് തോന്നുന്നു. കാരണം അത് ഞാൻ സംസാരിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ഈ ഫോണുമായിട്ട് നേരത്തെ അറ്റാച്ച്ഡ് ആവുന്നത് കൊണ്ട് തന്നെ അവരിത് യൂസ് ചെയ്യും. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ പറയുന്നത് ചേട്ടനും അച്ഛനും അമ്മയും ഒക്കെ ഗൂഗിൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററിയിൽ നിന്ന് കണ്ടിട്ടുള്ളവരുണ്ട്, ചാറ്റ് ഹിസ്റ്ററിയിൽ നിന്ന് ഇതൊക്കെ കണ്ടിട്ടുള്ളവരുണ്ട്, ടെലിഗ്രാം ലിങ്കുകളിൽ നിന്ന് കണ്ടിട്ടുള്ളവരുണ്ട്. അങ്ങനെയൊക്കെ ആദ്യമായിട്ട് ഇത് കാണാനായിട്ട് ഇവർക്കൊരു റീസൺ ആയത് മിക്കപ്പോഴും അവരുടെ പേരൻസും സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെയാണ്. ഇത് കാണുന്നത് കൊണ്ട് എന്ത് തെറ്റാണ് അവർക്ക് സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഇതൊരു ബയോളജിക്കൽ പ്രോസസ്സാണ്. ഇതൊക്കെ നോർമലി എല്ലാവരുടെയും ലൈഫിലുള്ളതാണ്. ഇതൊക്കെ സംഭവിക്കും ഇനി എന്ന് അവർ ഒരു 2 വർഷം മുന്നേ അറിഞ്ഞല്ലെങ്കിൽ 4 വർഷം മുന്നേ അറിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അവർ കുറച്ചും കൂടി മെച്ചുവേർഡ് ആവുകയുള്ളൂ. ഇത് നേരിട്ട് കണ്ട് ഇതൊരു ഇമോഷണൽ തിങ് ആണ്, ഭയങ്കര സംഭവമാണെന്ന് ചിന്തിക്കുമ്പോഴാണ് പിള്ളേർ വഷളായി പോകുന്നതെന്ന്. ഇപ്പം 7ാം ക്ലാസ്സിൽ കണ്ടുകൊണ്ടിരുന്നവർ 5ാം ക്ലാസ്സിൽ കണ്ടു. കാരണം ജനറേഷൻ കഴിഞ്ഞോളും പിള്ളേരുടെ എല്ലാ രീതിയിലുള്ള, അത് നമ്മളൊന്നും ഒരു കാര്യം മനസ്സിലാക്കുന്ന പോലെ അല്ല ഇപ്പോഴത്തെ പിള്ളേർ. ഇംഗ്ലീഷാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഗ്രാമർ തന്നെ ഇരുത്തി ഇങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ എന്നെയൊക്കെ ഗ്രാമർ ക്ലാസ്സിന് 5ാം ക്ലാസ് മുതലേ വിടുന്നുണ്ട്. അന്ന് ഞാൻ 5ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിച്ചിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ നന്നായിട്ട് തറവാവുന്നവരെ പഠിച്ചത്. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. അവരുടെ മിക്കവരും ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് കോഷ്യൻ്റെ ഡിഫറൻസ് ഉണ്ടല്ലോ, പിള്ളേർ തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അതിന്. പക്ഷേ മിക്കവരും വേണം എനിക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കണം എന്ന് ചിന്തിച്ച് ഇതൊന്ന് ശ്രദ്ധിച്ചിരുന്നു അവർക്ക് ഈസി ആയിട്ട് അവർക്ക് ഗ്രാമറും കാര്യങ്ങളും ഒക്കെ പിടികിട്ടുന്നുണ്ട്. നമ്മൾ കിടന്ന് കാണാതെ പഠിച്ച് ട്രിക്സ് വെച്ച് പഠിച്ച പോലൊന്നും അവർക്ക് പഠിക്കേണ്ടത്. അവർക്ക് രണ്ടോട്ടം കേൾക്കുമ്പോൾ കാര്യങ്ങൾ വന്നു. ഇതേ സംഭവം അവരുടെ ബയോളജിക്കലി ഉള്ള ഡെവലപ്മെൻറ്റ്സിലും ഉണ്ടാവുന്നുണ്ട്. ഇമോഷണൽ ഡെവലപ്മെൻറ്റ്സിലും ഒക്കെ അവർക്ക് ഈ വ്യത്യാസമുണ്ട്. ജനറേഷൻ പറയുന്ന കേട്ടിട്ടില്ലേ, 50 വയസ്സുള്ള അമ്മാവൻ വെള്ളമടി നിർത്തി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അയാൾക്ക് 50 വയസ്സ് വരെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ ചെയിൻ സ്മോക്കറായിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കാനുള്ള തോന്നലുണ്ടായിരുന്നു. 50 വയസ്സായപ്പോൾ അയാൾക്കത് മാറ്റാൻ തോന്നി. പിന്നെ ലൈഫിൽ ഒരിക്കലും അയാളത് യൂസ് ചെയ്തിട്ടില്ല. ഇങ്ങനെയും മാറ്റങ്ങളുണ്ടാകും. നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ നമ്മളുടെ കുഞ്ഞിന് ചേഞ്ചസ് വരണം. നമ്മൾ വരയിട്ട് അപ്പം തന്നെ പിള്ളേർ മാറിക്കോണം, അപ്പം തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ചേഞ്ച് ആയണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നിടത്താണ് പ്രോബ്ലം. കുറച്ച് സമയം കൊടുക്കുക, അവരുടേതായ മോൻ അല്ലെങ്കിൽ മോള് കുറച്ച് സമയം എടുത്ത് ഇതിനെപ്പറ്റി ചിന്തിക്കുക. ഓക്കെ, അവൻ നോക്ക് എന്ന് പറയുക. അവരുടെ അടുത്തുള്ള ഫ്രണ്ട്സിനേക്ക് എങ്ങനെയാണ്, അവരൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ഉള്ളത് വാച്ച് ചെയ്യുക. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവരുമായിട്ടൊന്ന് കീപ്പ് ചെയ്യുക. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവനിതിൽ നിന്ന് ഓവർകം ആവും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സമയം കൊടുക്കുക. സമയം കൊടുത്ത് അവരതിൽ നോക്കുക. അല്ല, അത് ലൈഫ് മൊത്തം അവരിതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയൊന്നുമില്ല. ചിലരെ കണ്ടിട്ടില്ലേ, 40 വയസ്സായാലും അവർ അല്ലെങ്കിൽ ആദ്യത്തെ പോൺ വീഡിയോ കാണുന്ന അതേ എക്സൈറ്റ്മെൻറ്റോടെ ലൈഫ് ലോങ് അവർ പോൺ വീഡിയോ കാണും. ചിലരുണ്ട് ഒരു സമയം കഴിയുമ്പോഴാണ് എൻ്റെ ഒരു സെക്ഷൽ അല്ലെങ്കിൽ ഇമോഷണൽ നീഡാണ്, ഓക്കെ ഞാനിത് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ള രീതിയിൽ മാത്രം അതിനെ കൺസിഡർ ചെയ്യും. അത് എല്ലാ പേഴ്സണും ഉണ്ട്, കുഞ്ഞുങ്ങൾക്കുണ്ട്, വലിയവർക്കുണ്ട്, അപ്പൂപ്പന്മാർക്കുണ്ട്, അമ്മൂമ്മമാർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇതൊരു വലിയ സംഭവമാണ്. എൻ്റെ കൊച്ചിന് മാത്രമുള്ളൊരു സംഭവമാണിത്, അല്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ കൂട്ടുകെട്ടുകൾ കൊണ്ട് സംഭവിച്ച സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ഒന്നും വലിയൊരു സംഭവമായിട്ട് എടുക്കാതിരിക്കുക. വലിയ വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കാതിരിക്കുക. ടീച്ചേഴ്സിനോട് പറയുക, അത്യാവശ്യം വേണ്ടുന്ന രീതിയിലൊക്കെ ഹാൻഡിൽ ചെയ്യുക. പക്ഷേ ഞാനിത് ചെയ്തതൊരു തെറ്റായിപ്പോയി, എന്തായാലും ഇത് ലോകം മൊത്തം അറിഞ്ഞു, ഇനി ഞാൻ ഈ തെറ്റ് മാറ്റാനേ പോകുന്നില്ല, ഇനിയിപ്പോൾ ഞാൻ എന്തിനു മാറ്റുന്നു, ലൈഫ് ലോങ് എനിക്ക് ഈ പഴി തന്നെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന രീതിയിൽ കൊച്ചുങ്ങളെ അങ്ങനെ ഒരു രീതിയിലോട്ട് ആക്കി എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക.
പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ നമ്മളുടെ മോനും മോളും ഒക്കെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർ, നമ്മുടെ അനിയനും അനിയത്തി, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് വരുമ്പോൾ നിങ്ങൾ അവരോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ചിലപ്പോൾ എന്തോ ചെയ്യുന്നത്, അവരെന്തോ ചെയ്യുന്നതെന്നുള്ള അവരുടെ കീഴ്ത്ത് പോയി ഇങ്ങനെ നോക്കിക്കൊണ്ട് അവരറിയാത്ത രീതിയിൽ അവരെ വാച്ച് ചെയ്യുക. അവർ പോയി കഴിയുമ്പം ഞാനിത് കേട്ടു എന്നുള്ള രീതിയിൽ സംസാരിക്കുക, അങ്ങനെ ചെയ്യും. പിന്നെ ചിലരുണ്ട്, ഇവർ വരുന്നത് ഇഷ്ടമല്ല, പക്ഷെ വരാതിരിക്കാൻ പറയാൻ പറ്റത്തില്ല, അവൻ വയലൻ്റ് ആവും അല്ലെങ്കിൽ അവൾ വയലൻ്റ് ആവും, അതുകൊണ്ട് മിണ്ടാതിരുന്നേക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡ്. ഇതൊന്നുമല്ല. ശരിക്കും എൻ്റെ ചെറുതിലെ വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെല്ലുമ്പം അവരുടെ പാരൻറ്റ് നമ്മളോട് എങ്ങനെ പെരുമാറുന്നോ ആ രീതിയിൽ ആ കുട്ടിയെ കൺസിഡർ ചെയ്യാൻ നമുക്ക് തോന്നും. എൻ്റെ ആ ഫ്രണ്ടിനെ, അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ, ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക്, അവളുടെ അമ്മ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്കെപ്പോഴും തോന്നും, അപ്പോൾ അവളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് അവളുടെ ഇഷ്ടങ്ങൾക്ക് ഒക്കെ കൂടെ നിൽക്കുന്ന ഒരമ്മയാണ്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അവൾ ഭയങ്കര ലക്കിയുമാണ്. അതുപോലെ അവളെ ആ രീതിയിൽ തന്നെ ഞാനും കൺസിഡർ ചെയ്യണം, കാരണം അവൾ അത് അത്രയും അർഹിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് അവളോട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് അവൾ ഒരു നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരാളാണ്, അവളത് അർഹിക്കുന്നുണ്ട്, അവളുടെ അമ്മ പോലും അവളെ ആ രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് കുട്ടികളുടെ ഇടയിൽ അറിയാതെ തന്നെ ഒരു തോന്നൽ വരും. ഈ രീതിയിൽ കുട്ടികളെ തോന്നിപ്പിക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഒരു അമ്മയും അച്ഛനും ഒക്കെ ആവാൻ ശ്രമിച്ചാൽ നമ്മളുടെ കുട്ടികളുടെ ഫ്രണ്ട്സിനിടയിൽ നമ്മളുടെ കുട്ടിക്കുണ്ടാകുന്ന കൺസിഡറേഷൻ മോശമാവാതിരിക്കും, നമ്മൾ കാരണം അവർക്കുണ്ടാകുന്ന കൺസിഡറേഷൻസ് മോശമാവാതിരിക്കും. ചിലരുണ്ട്, ഇപ്പോഴത്തെ കൊച്ചുങ്ങളുണ്ട്, പൊതുവേ അച്ഛൻ്റെ പേരിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. എൻ്റെ ക്ലാസ്സിലൊരു സതീശനുണ്ട്, ഒരു സാബു ഉണ്ട്, ഇവരുടെയൊക്കെ പേര് പക്ഷേ വേറെയാണ്. അപ്പോൾ ശരിക്കും ഇതൊക്കെ ഒരു വലിയ സംഭവമായിട്ട് കരുതണ്ട. നമ്മുടെ കൊച്ചുങ്ങളെ നമ്മുടെ പേരിട്ടല്ലേ അവർ വിളിക്കുന്നത്, അതിനെന്താ അച്ഛൻ്റെ പേരിട്ട് വിളിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഫുൾ ടൈം അടിയുക, വീട്ടിൽ നിന്ന് ആളൊന്ന് പരാതി പറയുക. ഇതിലൊന്നും കാര്യം, നമ്മുടെ കൊച്ചിനെ നമ്മുടെ പേരിട്ട് വിളിക്കുന്നതിന് അഭിമാനിക്കണം. നമ്മുടെ പേരിട്ടല്ലാതെ പിന്നെ വല്ലവരുടെയും പേരിട്ട് വിളിക്കാൻ പറ്റുമോ? അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന പേരുകളൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് സാബു, സതീശൻ, ബാബു എന്നൊക്കെ, ശശി എന്നൊക്കെ കേൾക്കുമ്പോൾ ചിരി വരുന്നത് കൊണ്ടും കൂടി ഒന്ന് എക്സാജറേറ്റോ ഒന്നുമില്ല. ഇത് വിളിക്കുമ്പോൾ കേൾക്കുന്ന പിള്ളേർ ചിന്തിക്കുക, എൻ്റെ അച്ഛൻ്റെ പേരിട്ട് എന്നെ വിളിക്കുന്നില്ലേ, അത് എനിക്ക് സന്തോഷമാണെന്ന് ചിന്തിച്ചേക്കുക. ഈ രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരിലും ഇടയിൽ മാത്രം ഉണ്ടാകുന്ന പ്രശ്നമെന്നും പറഞ്ഞ് ഒരു ശശി എന്ന് വിളിക്കുന്ന ടീച്ചർ, എന്നെ സതീശൻ എന്ന് വിളിക്കുന്ന ടീച്ചറിനൊക്കെ ഉള്ള പരാതി. പിള്ളേർ പിന്നെ അത് കൂളായിട്ട് എടുക്കും, ഞാൻ സതീശനാടാ, നീ സാബു അല്ലേടാ എന്ന് ചോദിക്കും. പക്ഷെ പാരൻസിനാണ് വലിയ പ്രശ്നം. ഫോൺ വിളിച്ചിട്ട് ഇത് ചോദിച്ചു, മെസ്സേജിനകത്ത് ഞാൻ കണ്ടു പോടാ സതീശാന്ന് വിളിച്ചേക്കുന്നത്, ഇങ്ങനെയുള്ള പരാതികളുമായിട്ട് വരുന്ന പേരൻസ്. ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുക. ഇതൊക്കെ എല്ലാ ജനറേഷനിലും അച്ഛനെ അല്ലെന്നുണ്ടെങ്കിൽ വേറൊരാൾ, അന്നാണെങ്കിൽ മുട്ടൻ തെറിയായിരുന്നു വിളിക്കുന്നത്, എടാ എന്നുള്ള തെറി വിളിക്കുമായിരുന്നു. ഇപ്പം പിന്നെ സ്വന്തം അച്ഛൻ്റെ പേരിട്ടല്ലേ വിളിക്കുന്നത്. അതൊന്നും വലിയ കാര്യമല്ല. പിന്നെ ഇതിനെല്ലാം പുറമെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധിയാണ്. പണ്ടൊക്കെ നമ്മൾ പറയുന്നത് വേറൊരു കാര്യം, നമ്മൾ പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം അങ്ങ് ഫുൾ A+, വെറുതെ അങ്ങ് ഫുൾ A+ ഇട്ട് കൊടുക്കുക. വെറുതെ ഫുൾ A+ ഇട്ട് കൊടുക്കുകയൊന്നുമല്ല. എൻ്റെയൊക്കെ ക്ലാസ്സിൽ ഞങ്ങളൊരു 30-32 പേരായിരുന്നു ക്ലാസ്സിൽ. അതിലൊരു ഫുൾ A+ കിട്ടാൻ അർഹതയുള്ള മീൻസ് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+, ഫുൾ ടൈം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാം എന്ത് ചോദിച്ചാലും അറിയാവുന്ന ഒരു 4-5 പേരുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ വലിയ കുഴപ്പമില്ലാതെ ജയിച്ചു പോകുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ നൈസായിട്ടൊക്കെ വന്നിട്ടൊക്കെ പോകുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പിള്ളേരിൽ ഇപ്പോൾ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഒരു 30 പേരെടുത്ത് അതിനകത്ത് ഒരു നോർമൽ ക്ലാസ് റൂമിൽ ഒരു 30 പേരെ എടുത്ത് അതിനകത്ത് ഒരു 10 പേര് കാണും ഫുള്ള് നല്ല വിഷയങ്ങളെപ്പറ്റിയും ധാരണയുള്ള, എന്ത് ടോപ്പിക്ക് നമ്മൾ ചോദിച്ചാലും ആൻസർ പറയാൻ അറിയാവുന്ന ഒരു 4-5 പേരെങ്കിലും ആ കൂട്ടത്തിൽ കാണും. മറ്റേടത്ത് അങ്ങനല്ലായിരുന്നു. ഈ 4 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്കായിരുന്നു എല്ലാ ടോപ്പിക്കും അറിയാവുന്ന 1-2 പേരായിരുന്നു. ഇപ്പം അതല്ല, ഒരു 10 പേരെ എടുത്താൽ അതിലൊരു 5 പേർക്ക് ആ ടോപ്പിക്കിനെ പറ്റി, ഈ നന്നായി പഠിക്കുന്നെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ 10 പേരെ എടുത്താൽ അതിൽ 5 പേർക്കും ആ ടോപ്പിക്കിൻ്റെ ആൻസർ അറിയായിരിക്കും. അല്ലെങ്കിൽ അവർക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുമ്പോൾ അവർ ആൻസർ ശരിയാക്കും. പിള്ളേരുടെ IQ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ക്ലാസ്സിൽ ചെന്നിട്ട് കമൻസ് പറയുമ്പോൾ, എന്നെ പഠിപ്പിച്ച സാറ് പോലും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഓക്കെ ആവുന്ന, അല്ലെങ്കിൽ അവരുടെ കോമഡികളല്ലാതായി പോകുന്ന ഒരു ജനറേഷനായിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്യാം. കാരണം ഇപ്പോഴത്തെ എൻ്റെ ചളികൾ അത്യാവശ്യമൊക്കെ ഓടിപ്പോയി, ഞാൻ ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ഞാൻ ഏറിപ്പോവും, എന്നാലും
അത്യാവശ്യം അത് ഓക്കെ ആവാൻ ഉള്ള റീസൺ ഞാൻ ഇപ്പോൾ ഒത്തിരി അവരുമായിട്ട് ഒത്തിരി ഡിഫറൻസ് വന്നിട്ടില്ല എന്നതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ തൊട്ടടുത്ത ജനറേഷനെ പഠിപ്പിക്കുമ്പോൾ, ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കൊച്ചുങ്ങളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഔട്ട്ഡേറ്റഡ് ആയിരിക്കാം, എന്നെ ഇമ്മാതിരി ആയിരിക്കും അവർ ട്രീറ്റ് ചെയ്യുന്ന, സ്വാഭാവികം. അത് വളരെ കാരണം നമ്മൾ കണ്ടുവരുന്ന സിനിമകൾ, നമ്മൾ തമാശകൾ, നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന രീതിയിലല്ലേ നമ്മൾ കോമഡി പറയുന്നത്. ആ പിള്ളേർ ഇച്ചിരിയും കൂടെ വേറെ ലെവൽ കോമഡികളാണ് പറയുന്നത്. അവർക്ക് കുറച്ചും കൂടെ വേറെ ലെവൽ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, പുതിയ ലാംഗ്വേജ് വന്നിട്ടുണ്ട്, പുതിയ വേർഡ്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്ത് ഈ പിള്ളേരും നമ്മളെ പോലെ തന്നെ ജനിച്ച് ചെറുതായിട്ട് ഓടിയൊക്കെ കളിച്ച് വളർന്ന് അവരുടെ സാഹചര്യങ്ങളെ, നമ്മൾ വളർന്ന പോലെ തന്നെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ വളർന്നില്ലേ. TV കാണുന്ന ആളുകളായി നമ്മൾ വളർന്നു, പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ആളുകളായി വളർന്നു, ലാപ്ടോപ്പ് നന്നായിട്ട് ഉപയോഗിക്കുന്ന, സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുകളായിട്ടൊക്കെ നമ്മൾ വളർന്നു. അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ ജനറേഷൻ ആളുകളാണെന്നുണ്ടെങ്കിൽ റേഡിയോ നന്നായിട്ട് ഉപയോഗിക്കുന്ന, മാക്സിമം TV നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുകളായിട്ടൊക്കെ വളർന്നു. ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാവുന്ന, അതുപോലെ ഗെയിമിംഗ് ഒക്കെ അറിയാവുന്ന, അതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളായിട്ടൊക്കെ നിൽക്കുന്നത്. ഇത് ഒന്നും വലിയൊരു അഡിക്ഷൻ ആവുന്നവരെയൊക്കെ നമ്മൾ തന്നെയാണ് ഇത് മൈൻഡ് ചെയ്യാതെ വലിയൊരു അഡിക്ഷൻ ആവാനൊക്കെ വിടുന്നത്. ഇനി അഡിക്ഷൻ ആയെന്ന് തന്നെ കരുതും, നമ്മുടെ കൊച്ചുങ്ങളല്ലേ, നമ്മൾ കൊണ്ടുപോയി അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ടോ അവർക്ക് സൈക്കോളജിക്കലി എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണമെന്ന് തോന്നുമ്പോഴും ഒക്കെ നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. നമ്മുടെ കൊച്ച് എന്തെങ്കിലും ഒരു ദിവസം ഒരു കൊച്ചിപ്പം ഒരുപാട് മോശം പ്രവർത്തികൾ നടക്കുന്നുണ്ട്, ഇപ്പോഴല്ല പണ്ടുമുണ്ട്. അതിനകത്ത് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗമൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. അവൈലബിലിറ്റി കൂടുന്നതിനനുസരിച്ച് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പം നമ്മളത് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ പണ്ടും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഇപ്പോഴത്തെ സിഗരറ്റ് ആണെന്നുണ്ടെങ്കിൽ പണ്ട് അതിന് ബീഡി എന്നൊക്കെ ഉള്ള പേരുകൾ, അങ്ങനെയൊക്കെയുള്ള പണ്ടത്തെ പിള്ളേരൊക്കെ അതെ. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോഴും അതുതന്നെയല്ലേ സംഭവിക്കുന്നത്. 7-ൽ 8 വരുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് വരുന്നുണ്ട് ഇപ്പോഴും. അവർ പല പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത് അവർക്ക് അവൈലബിലിറ്റി ഉണ്ട്, പിന്നെ അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാത്ത കുറേ ആളുകളുടെ ഇടയ്ക്ക് അവർ നിൽക്കുന്നു. ഇങ്ങനെയുള്ള കാരണം പിന്നെ എന്താണെന്ന് അവർക്ക് അറിയണ്ടേ, അവരുടെ ഫ്രണ്ട്സൊക്കെ ഉപയോഗിച്ച സാധനം എന്താണെന്ന് അവർക്ക് അറിയാനുള്ളൊരു വെപ്രാളം. ഇതൊക്കെ കൊണ്ട് കുറേ പിള്ളേരൊക്കെ ഇതൊക്കെ ഉപയോഗിച്ച് പോകുന്നുണ്ട്. ചിലർ ഒരു വട്ടം ഉപയോഗിച്ച് ആങ്സൈറ്റിക്ക് ഉപയോഗിച്ചിട്ട് ഓക്കെ ഇതാണെന്ന് അറിഞ്ഞിട്ട് നിർത്തുന്നവരുണ്ട്. ചിലർ അത് നിർത്താൻ പറ്റാത്തവരുണ്ട്. ചിലർ ഫ്രണ്ട്സ് നിർബന്ധിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഉപയോഗിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ ലൈഫ് ലോങ് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരെ അവൻ്റെ അടുത്ത് ഇരുന്നു, ഓഹോ നീ അത് ഉപയോഗിക്കുന്ന ആളാണല്ലേ, എന്നാൽ പിന്നെ നിന്നെ അങ്ങനെയാണെന്ന് എല്ലാവരോടും പറഞ്ഞേക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഇവനോട് വലിയ കമ്പനിയൊന്നും വേണ്ടെന്നല്ല അവനോട് പറഞ്ഞേക്കാം എന്ന് ചിന്തിക്കാതെ അവരത് ഉപയോഗിച്ചത് വേറെ ഒന്നുകൊണ്ടല്ല, അവരെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ ഇതാണ്, ഇതെല്ലാം അവൈലബിൾ ആണ്, അവരത് ഉപയോഗിച്ചു. ഓക്കെ, അവർക്കത് തിരുത്താൻ ചാൻസ് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവരത് സ്വയമായിട്ട് തിരുത്തട്ടെ. അവരത് ഉപയോഗിച്ചു എന്ന് പറയുന്നതുകൊണ്ട് മാത്രം അവരൊരു ചീത്ത പേഴ്സണാലിറ്റിയാണ്. ചിലപ്പോൾ അവരോട് ഈ ഡീപ്പായിട്ടിരുന്ന് സംസാരിച്ചാൽ ഇമോഷണലി ഭയങ്കര പാവം പിള്ളേരായിരിക്കും, നല്ല പിള്ളേരായിരിക്കും. പക്ഷെ അവർക്കത് നിർത്താൻ പറ്റാത്തത് കൊണ്ടോ അവർ നിർത്തുമ്പം അവരുടെ കൂടെ ഉള്ളവന്മാർ നീ പാൽക്കുപ്പിയാടാ, നീ ഷൊണ്ണനാടാ എന്നൊക്കെ വിളിച്ച് അവരെ കളിയാക്കുന്നത് കൊണ്ട്, പല കാരണങ്ങൾ കൊണ്ട് അവർക്കത് നിർത്താൻ പറ്റാത്തതായിരിക്കും. അവർക്ക് കുറച്ച് ടൈം കൊടുക്കുക. വല്ലപ്പോഴും ഒക്കെ അവർക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഒറ്റയ്ക്കൊക്കെ ഇരുത്തി സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ഒരിക്കലും അവരെ കുത്തി ഇങ്ങനെ സംസാരിക്കുകയും ചൊറിഞ്ഞ് സംസാരിക്കുകയൊന്നും ചെയ്ത് തന്തവയവ് കാണിക്കരുത്. ഓപ്പണായിട്ട് സംസാരിക്കുക, ഞാനും ഇങ്ങനെയൊക്കെ തന്നെ, നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, പക്ഷേ അതിനൊരു സമയമുണ്ട്, അതാകുമ്പം നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പോൾ, അപ്പോൾ അത് നീ ഒന്ന് പയ്യെ കുറച്ച് നോക്ക്, അത് നല്ലൊരു കാര്യമല്ലല്ലോ, നാളെ കാലത്ത് നമുക്ക് വേണ്ടുന്ന ബോഡി പാർട്സൊക്കെ അല്ലേ, ഇതൊക്കെയല്ലേ പന്നലായിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പയ്യെ കുറച്ച് കൊണ്ടുവന്ന് നിർത്താനോ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും നിർത്തുന്നത്. അവർ അക്സെപ്റ്റ് ചെയ്യുക, അവർ ഓക്കെ ഇതുണ്ട് എന്ന് കരുതിയിട്ട് 24 മണിക്കൂറും അവർ തിന്നുന്നതിന് ഉടനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പുറമേ ചെന്നിട്ട് നിനക്കിന്ന് ഇതാണോ കഴിക്കാനായിട്ട്, നിനക്ക് വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ടാണോ, ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗ് പറഞ്ഞിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ എന്താ ഇന്ന് TV കാണുന്നേ, മൊബൈലിൻ്റെ ഡേറ്റ തീർന്നോ എന്നൊക്കെ ചോദിച്ച് അവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കാതെ അവരെ അവരുടേതായ ഇഷ്ടത്തിന് വിട്ട് അവരെന്തോന്ന് വെച്ചാൽ ചെയ്യട്ടെ, അവർ തിരിച്ചു വരും, അവർ ഓക്കെ ആവും. നമ്മൾ കൂടെ നിന്നാൽ മതി, നമ്മൾ കൂടെ ഉണ്ട്. നമ്മുടെ അതേ ചിന്താഗതിയോടുകൂടി നമ്മുടെ പേരൻസും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഈവൻ നമുക്കായാലും തോന്നാറില്ലേ, ഈ നമ്മൾ തന്നെ ചില കാര്യങ്ങൾ നമ്മളുടെ ശീലത്തിനനുസരിച്ച് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫേസ്ബുക്കിൽ കയറുന്നവരുണ്ട്, ഈ
90s ആളുകളൊക്കെയാണ്, അല്ലെങ്കിൽ അതിന് താഴോട്ടുള്ളവരാണ് യൂസ് ചെയ്യുന്ന ഫേസ്ബുക്കിൽ കയറുന്നത് നിർത്താൻ പറ്റുന്നില്ല. ചുമ്മാ വാട്സപ്പ് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് നിർത്താൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് പിള്ളേർക്കും. അവർക്ക് ഗെയിമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അവരതിൽ മിടുക്കനും താഴോട്ട് പോകുന്നവനും കയറി വരുന്നവനും ഒക്കെ ആവുന്നുണ്ട്. അതൊക്കെ ഓക്കെയാണ്. അതൊക്കെ അവരുടെ ജനറേഷനിലെ കാര്യങ്ങളാണ്. നമ്മൾ പണ്ട് ഫേസ്ബുക്കിലും ഒക്കെ അക്കൗണ്ട് എടുത്തപ്പം, ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ട് എടുത്തപ്പോൾ നമ്മുടെ പേരൻസൊക്കെ ഇതൊക്കെ തന്നെ പറഞ്ഞു കാണും. പക്ഷേ അന്നൊന്നും ഈ വ്യാപകമായ ന്യൂ ജനറേഷൻ ഫ്രീക്കന്മാർ എന്നുള്ള യൂസേജ് ഇല്ലാത്തത് കൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ വലിയ ട്രോമയിൽ നിന്നും രക്ഷപ്പെട്ടത്. പിന്നെ നമ്മൾ ട്രോമാറ്റൈസ്ഡ് ആയിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത സാഹചര്യങ്ങളിൽ കൂടി കടന്നു വന്നവരായതുകൊണ്ട് നമ്മൾ അനുഭവിച്ചതെല്ലാം അവരും അനുഭവിക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് സെൽഫിഷ്നെസ്സാണ്. അതുപോലെ നമ്മൾ ഇമോഷണലി ചില കാര്യങ്ങളിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്. നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടില്ല, എല്ലാ രീതിയിലും നല്ല രീതിയിൽ പേരൻസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോഴെങ്കിലും അവരും ഫ്രസ്ട്രേറ്റഡ് ആയി കാണും. അപ്പോൾ നമ്മളെ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യുകയും നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ അതെല്ലാം നമ്മളുടെ കൊച്ചുങ്ങൾ അനുഭവിക്കട്ടെ എന്ന് പറയുന്നത് ശരിയല്ല. എൻ്റെ +2 ഒരു കൊച്ചു പറഞ്ഞതാണേ, ഞാൻ വളർന്നു വന്നതുപോലെ നീയും അങ്ങ് വളർന്നാൽ മതിയെന്ന് എന്നൊരമ്മ പറയാറുണ്ട്. പിന്നെ ഈ പറയുന്ന മീൻ കഷ്ണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നവരെയൊക്കെ ഫെമിനിറ്റി ആക്കുന്നതുമൊക്കെ കുറേ കാര്യങ്ങളിലൊക്കെ നമുക്ക് ആർക്കായാലും തോന്നാറുണ്ട്, ആവശ്യമില്ല എന്തെങ്കിലും മിണ്ടായിരുന്നൂടെ എന്ന്. പക്ഷേ മിണ്ടി വില കളയാതിരുന്നൂടെ എന്ന് തോന്നാറുണ്ട്. പക്ഷേ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ മീൻ കഷ്ണത്തിൻ്റെയൊക്കെ കാര്യം പിള്ളേരൊക്കെ പറയുന്നത് കേൾക്കണം. അതുപോലെ പാത്രം കഴുകുന്ന, അവനും കൂടി ഇരുന്ന് പാത്രം കഴിക്കുമ്പോൾ അവൻ്റെ പാത്രം കൂടെ എന്നെ കൊണ്ട് കഴിപ്പിക്കും അമ്മ, എന്നിട്ട് നീ ട്യൂഷന് പോയാൽ മതി അല്ലെങ്കിൽ സ്കൂളിൽ പോയാൽ മതി എന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ജീവിച്ച പോലെ നീയും അങ്ങ് ജീവിച്ചാൽ മതിയെന്ന്. ചില ആളുകളാണെന്നുണ്ടെങ്കിൽ കൊച്ചുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ അവരെ BEd സെറ്റും എഴുതിപ്പിച്ച് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ആക്കുമെന്ന് എന്ന് പറഞ്ഞ് സ്വന്തം കൊച്ചുങ്ങളെ പറ്റി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നവർ വരെ നമ്മളുടെ 90s കിഡ്സിനകത്തുണ്ട്. നിങ്ങൾ അങ്ങനെ ഇല്ലായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷേ ഇതിനുള്ളിലുണ്ട്, ഞാൻ സംസാരിച്ചവരിലുണ്ട്. ഞാനെല്ലാം പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത്. എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ കാണും. പക്ഷെ ഞാൻ തിരുത്താൻ ശ്രമിക്കും കേട്ടോ. ഇതുപോലെ ആരെങ്കിലുമൊക്കെ നമുക്കിതൊന്ന് പറഞ്ഞു തരുക, ഇങ്ങനല്ല, നീ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ, ഇത് കംപ്ലീറ്റ് റോങ് ആണെന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കും, ശരിയാ ഞാൻ ചെയ്തത് റോങ് ആയതുകൊണ്ടാണ് എൻ്റെ കൊച്ച് ഇത്രയും നാൾ എന്നോട് ഈ കാര്യത്തിൽ ഇറിറ്റേഷൻ കാണിച്ചുകൊണ്ടിരുന്നത്, വെറുതെ മുമ്പേ പറഞ്ഞ വൈബ് കാണിച്ച് വില കളയരുതെന്ന് ചിന്തിക്കാനൊക്കെ ഞാൻ റെഡിയാണ്. അതിനൊക്കെയുള്ള വില്ലിങ്നെസ് ഇപ്പോൾ എൻ്റെ മനസ്സിനുണ്ട്. കുറച്ച് നാൾ മുമ്പ് വരെ ഇല്ലായിരുന്നു, ഇപ്പോൾ ഉണ്ട്. കാരണം ഞാനും 90s ട്രോമ അനുഭവിച്ച് വന്നതാണ്. എൻ്റെ അമ്മയും അച്ഛനും അത്ര ദുഷ്ടന്മാരും ദുഷ്ടത്തികളൊന്നും അല്ല. പക്ഷെ അവർ അറിയാതെ തന്നെ അവരുടെ മനസ്സിൽ നിന്ന്, ഇപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ നമ്മുടെ കൊച്ചുങ്ങൾക്ക് ഓരോ ട്രോമ കൊടുക്കുന്നത്? അല്ല, അവരറിയാതെ തന്നെ അവരുടെ മനസ്സിൽ നിന്ന് വന്ന കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ എന്നെയും ബാധിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെയുള്ള എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ അവരുടെ മുന്നിൽ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ മാത്രം നിൽക്കുന്ന, അവരെന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന, അവരെ കുത്തി പെരുമാറുന്ന, റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയും മുമ്പേ അവരെ എറിഞ്ഞിട്ട് കൊടുക്കുന്ന, ഇറിറ്റേറ്റ് ചെയ്യുന്ന, അവർ മിണ്ടാൻ ആഗ്രഹിക്കാത്ത, ചൊറി പിടിച്ച, ഈ മറ്റേ വൈബുള്ള അച്ഛനും അമ്മയും ആവാതെ, പാരൻസ് ആവാതെ, ടീച്ചേഴ്സ് ആവാതെ, അപ്പൂപ്പനും അമ്മുമ്മയും ആവാതെ, അങ്കിളും ആൻറ്റിയും ആവാതെ, ഫ്രണ്ട്സ് ആവാതെ, മാക്സിമം എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്ത്, ഈ 1 വയസ്സുള്ള കൊച്ചിനെ വരെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്ത് നോക്കിയാൽ പല പ്രശ്നങ്ങളും, നമ്മുടെ വില ഇടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. എന്നിട്ട് പിന്നെ ഓരോരുത്തർ ഓരോന്ന് പറയുമ്പം ഇറിറ്റേറ്റഡ് ആയിട്ട് കാര്യമില്ല. ശരിക്കും നമ്മൾ തന്നെയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ട് നമ്മുടെ വില ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോലെ തന്നെ വേറൊരു പേഴ്സണെ പറ്റിയാണ് ഈ പറയുന്നത്. എല്ലാ റൈറ്റ്സുമുള്ള, എല്ലാ രീതിയിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ പറ്റിയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മോനോ മോളോ കസിനോ ഫ്രണ്ടോ ഒക്കെ ആയി പോയതുകൊണ്ട് മാത്രം നമ്മൾ പറയുന്ന എല്ലാ പൊട്ടത്തരവും അവർ കേട്ടോണ്ടിരിക്കണം, അനുഭവിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയുന്നത് മണ്ടത്തരമാണ്. അപ്പം ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ വന്ന് ആ കമൻറ്റ് സെക്ഷനിലൊക്കെ ഒന്ന് എഴുതിയിടുക. ഇഷ്ടമുള്ളവർക്ക് ആർക്കെങ്കിലും, ഇപ്പം പേരൻസിനോ റിലേറ്റീവ്സിനോ ചൊറിയുന്നവർക്കോ ചൊറിയാത്തവർക്കോ ഒക്കെ ഇത് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. താങ്ക് യു.